ഹലോ. അപ്പോഴേ തീപ്പെട്ടി ഉണ്ടെങ്കിൽ ശല്യക്കാര എലി പെരിച്ചാഴിവെ തുരത്താനുള്ള ടിപ്പാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പം ഞാൻ കഞ്ഞിവെള്ളത്തിൽ കുറച്ച് 5-6 തീപ്പെട്ടികൾ ഇതുപോലെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഇപ്പോൾ രാവിലെ വെച്ചതാണ് എടുത്തിട്ടുള്ളത്. കൂടുതലും നല്ല തലേദിവസത്തെ കഞ്ഞിവെള്ളം, പുളിച്ച കഞ്ഞിവെള്ളം അതുണ്ടെങ്കിൽ ഇതുപോലെ തലേദിവസത്തെ എടുത്ത് വെച്ചിട്ട് അതിൽ തീപ്പെട്ടിക്കുള്ളിൽ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു എലികൾക്ക് കഞ്ഞിവെള്ളമൊക്കെ ഇഷ്ടമായതുകൊണ്ട് നല്ലൊരു സ്മെല്ലും ഉണ്ടായിരിക്കും കേട്ടോ. അപ്പം എന്നിട്ട് നമ്മളത് കൈ കൊണ്ടൊന്ന് ജസ്റ്റ് മിക്സ് ചെയ്ത് കൊടുത്താൽ അതിൻ്റെ കൊള്ളി ആ ഒരു മരുന്നൊക്കെ അതിലേക്ക് പിടിക്കും. ഇനി ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്ന ഒരു പാരസിറ്റാമോളിൻ്റെ ഗുളിക, ഞാനിപ്പോൾ ഒരു ഡോളോട്ടെ കുളിക്കുകയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തുള്ളത്. നന്നായി പൊടിച്ചിട്ട് ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്തിട്ട് എടുക്കുക കേട്ടോ. എന്നിട്ട് കൈ കൊണ്ട് ഞരടി കൊടുത്ത് ആ മരുന്നൊക്കെ അതിലേക്ക് ആയി കിട്ടും കേട്ടോ. എന്നിട്ട് നമുക്കതൊന്ന് എടുത്ത് മാറ്റിയിട്ട് നമുക്ക് ചിരട്ടയിലോ ഏതെങ്കിലും ഇതുപോലെ ചെറിയ ചെറിയ പാത്രങ്ങളിലോ വെച്ചിട്ട് എലികളുടെ മാളത്തിൻ്റെ അടുത്തൊക്കെ കൊണ്ടുപോയി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ആ കഞ്ഞിവെള്ളത്തിൻ്റെ സ്മെല്ല് കേൾക്കുമ്പോൾ തന്നെ അവർ വന്ന് അത് കുടിച്ചോളൂ കേട്ടോ. എന്നിട്ട് ആ തീപ്പെട്ടിക്കുള്ളി പാരസിറ്റാമോളൊക്കെ ഉള്ളതുകൊണ്ട് അവരുടെ വയറ്റിലെത്തിക്കഴിഞ്ഞാൽ അവർക്ക് ഒരു പരവേശം ഉണ്ടാവുകയും വെള്ളം കുടിക്കാനായിട്ട് ഓടുകയും വയറ് കീർത്ത് ചത്തുപോവുകയും ചെയ്യും കേട്ടോ. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീപ്പെട്ടിക്കുള്ളി എന്തായാലും വീട്ടിലില്ലാതിരിക്കില്ലല്ലോ. അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അതുപോലെ തന്നെ കഞ്ഞിവെള്ളം നമ്മളെ വീട്ടിലുണ്ടാവുന്നതല്ലേ. അപ്പോൾ ഇതുപോലെ ചെറിയ ചെറിയ ടിപ്സിന് വേണ്ടിയിട്ട് പേജ് ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കല്ലേ.